ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ബേക്കിംഗ് വീഡിയോ ആണ്. ബനാന ബ്രെഡാണ് ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം, എന്നാലും കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കണത്. പിന്നെ ബനാന ബ്രെഡ് ആയതുകൊണ്ട് പഴമാണ് മെയിനായിട്ട് വേണ്ടത്. മൈക്രോവേവിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് വേണ്ട, 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് മിക്സ് ചെയ്യാം. ഇത് ഒരു 1.5 കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഒരു 1/2 കപ്പ് ഷുഗർ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. പിന്നെ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 2 വലിയ പഴം, നല്ല പഴുത്തത് തന്നെ വേണം. നല്ല പഴുത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് നല്ലപോലെ ഇങ്ങനെ മാഷ് ചെയ്തെടുക്കാം പഴം. ഓക്കെ, അപ്പോൾ പഴം നല്ലപോലെ മാഷ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു മുട്ട, പിന്നെ ഒരു 1/3 കപ്പ് ഓയിൽ, ഓക്കെ, പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് തിരികെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഇതിലോട്ട് അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ചോക്ലേറ്റ് ചിപ്സ്. അത് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലാണ് ആഡ് ചെയ്യുക. അതൊരു ഒരു കപ്പ് ചോക്ലേറ്റ് ചിപ്സ്. ഓക്കെ, ഓക്കെ, അപ്പം അതും നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ്, ഈ പഴം ഇതൊക്കെ മിക്സ് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഓവർ മിക്സ് ചെയ്യരുത്, എന്നാൽ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സായി നല്ലപോലെ. ഇനി ഇത് ഇങ്ങനെ ഒരു മോൾഡിൽ ഒഴിച്ച് ഒരു 5 മിനിറ്റ് മൈക്രോവേവിൽ വെക്കുക. എന്നിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എക്സ്ട്രാ വെച്ചിട്ട് എടുക്കാം.
അപ്പം ഞാനൊരു 5 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞ് നോക്കിയിട്ട് ഒരു എക്സ്ട്രാ 2 മിനിറ്റ് കൂടി വെച്ചു. നമുക്ക് തുറന്നു. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ബനാന ബ്രെഡ്. ഞാൻ 5 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 2 മിനിറ്റ് വെച്ചു. പിന്നെ 2 മിനിറ്റ് വെച്ചായിരുന്നു. കാരണം മോൾ ഭാഗം നല്ല സെറ്റായിരുന്നു, പക്ഷെ അടിയിലേക്ക് അത് സെറ്റായി വരുന്നുണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ മിനിറ്റ് വെച്ചത്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കിയായിരുന്നപ്പോൾ ഒക്കെ ഫ്ലോപ്പായിരുന്നു നല്ലപോലെ. പക്ഷേ ഇത് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. സാധനം നല്ലതാണ്, നൈസാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.